അങ്ങനെ ഇന്ന് എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ് ഇൻ കാലിക്കറ്റ് എയർപോർട്ട്. ഞാനിപ്പോൾ കാലിക്കറ്റ് എയർപോർട്ടിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 ഇയർ കഴിഞ്ഞു. ഇപ്പം നമുക്ക് ട്രാൻസ്ഫർ വന്നേക്കാണ്, അതും നമ്മുടെ തൊട്ടടുത്തുള്ള എയർപോർട്ടായിട്ടുള്ള കണ്ണൂർ എയർപോർട്ടിലോട്ട്. ഞാൻ കണ്ണൂർ എയർപോർട്ട് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നതും വർക്ക് ചെയ്യാൻ പോകുന്നതും. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് അതിനെക്കുറിച്ചാവാം. അപ്പോൾ എയർപോർട്ടിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, കുറച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനാണ് ഈ പോകുന്നത്. ഇനിയിപ്പോൾ ട്രെയിനൊക്കെ കയറി പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വിഷമമുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ ഇതൊന്നും ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം പഠിപ്പിച്ച് തരാണ് കേട്ടോ എൻ്റെ സിസ്റ്റർ. കാലിക്കറ്റ് എയർപോർട്ടിൽ ആയിരുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊന്നും അറിയേണ്ടി വന്നിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ പഠിച്ചല്ലേ പറ്റും അല്ലേ. വി ഹാവ് ടു മൂവ് ഓൺ. അങ്ങനെ ട്രെയിൻ കയറേണ്ട ക്ലാസ്സൊക്കെ കിട്ടി. ഞങ്ങൾ ട്രെയിനിൽ കയറി തലശ്ശേരി ഇറങ്ങി. ഇവിടുന്ന് കാലിക്കറ്റ് തലശ്ശേരി 1 മണിക്കൂർ യാത്രയാണുള്ളത്. തലശ്ശേരി ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് സ്റ്റാൻഡിലോട്ടാണ്. എന്തെങ്കിലും കഴിക്കാൻ, രാവിലെ തൊട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പായിരുന്നു. മാത്രമല്ല എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് എല്ലാം എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം ഫുഡൊക്കെ കഴിച്ചു ഒരുമിച്ചാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. എല്ലാവരും ഫില്ല് ചെയ്യുന്ന തിരക്കിലാണ്. ഞാനാണെങ്കിൽ വീഡിയോ എടുക്കുന്ന തിരക്കിൽ. ഡോക്യുമെൻറ്റ്സ് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ചെറിയൊരു മീറ്റിങ്ങും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത്. അടുത്തുള്ള ക്യാൻറ്റീനിൽ തന്നെ പോയിട്ട് നല്ല അടിപൊളി ഒരു ബിരിയാണിയും കഴിച്ചു കേട്ടോ. ഞങ്ങളിപ്പോൾ ഒരു 10-15 പേര് കാലിക്കറ്റ് നിന്ന് കണ്ണൂരിലോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അതിൽ കുറച്ച് പേര് വോളണ്ടറി ആണ്, കുറച്ച് പേര് ഇൻവോളണ്ടറി ആണ്. അപ്പോൾ അതിൽ ഇൻവോളണ്ടറി ട്രാൻസ്ഫർ ഉള്ളവർക്ക് കമ്പനി വക 1 മന്ത് അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷനും അതുപോലെ ചില അലവൻസസും ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.